ശാപം. നിന്റെ നാക്ക് പുളുത്തു പോത്തേ ഉള്ളൂ. അമ്മ എന്നതിന് എന്നെ പ്രാവുന്നേ? അവളല്ലേ എന്റെ നാശത്തിന്റെ നാരായ പേര്. അവളല്ല, നിന്റെ നാശത്തിന്റെ വേര് മുഴുവൻ നിന്റെ മനസ്സ് തന്നെയാ. കരിച്ചു കള, ഇല്ലെങ്കിൽ കരിന്തിരി കത്തിപ്പോവും നിന്റെ ജീവിതം. ഞാൻ എന്തിനാ അമ്മയുടെ വായിരിക്കുന്ന കേൾക്കുന്നേ? പോവാന്ന് പറയാൻ വേണ്ടി കേറിയതായി മുറിയിലോട്ട്. പോയിട്ടേ എളിമയോടും വിനയത്തോടും കൂടി പെരുമാറാൻ നോക്ക്. അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയ പാവങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. അമ്മയുടെ ഉപദേശത്തിന്റെ കുറവോടെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം അങ്ങ് തികഞ്ഞിരിക്കുക. പോട്ടെ. ഇടയ്ക്ക് വരാം, ഞാനേ ഉള്ളല്ലോ നേരാവണ്ണം നോക്കണമെങ്കിൽ. അവക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ ഭഗവാനെ. കൃഷ്ണ, ഗുരുവായൂരപ്പ. ഇവിടെ അടുത്താണോ അച്ഛാ? കുറെ ദൂരം കൂടി ഉണ്ട്. ഒരല്പം റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ക്ഷീണമായോ അച്ഛന്? ആ, കുറച്ച് ക്ഷീണമുണ്ട്. കുറെ നേരം ആയില്ലേ കാരണത്ത് ഒരേ ഇരിപ്പ്. ഒന്ന് പുറത്തോട്ടിറങ്ങി കൈയും കാലും നടുവൊക്കെ ഒന്ന് നിവർത്തണം. ശുദ്ധവായു ശ്വസിക്കാം. ഇവിടെ ആകുമ്പോൾ നല്ല കാറ്റുണ്ട്. മനോഹരമായ സ്ഥലമല്ലേ അച്ഛാ? അച്ഛനെ എന്തോ ഒന്ന് അലട്ടുന്നുണ്ടല്ലോ. എങ്ങനെ മനസ്സിലായി? നല്ല ടെൻഷൻ ഉണ്ട്. ശരിയാ, ടെൻഷനുണ്ട്. എന്റെ കാര്യം ഓർത്തിട്ടാണോ? അതെ. എന്താ അച്ഛാ? ഞാൻ എപ്പോഴെങ്കിലും സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല അച്ഛാ. ആരാ അത്? ആളൊരു റിട്ടയർഡ് മിലിറ്ററിയാ. പണ്ട് ആഗ്രയിൽ ഗംഗാധര മേനോന്റെ സബോർഡിനേറ്റ് ആയിട്ട് കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെന്താ, അങ്ങനെ കുറെ പേരുണ്ടാവുമല്ലോ. അക്കാലത്താ വൈജയന്തി ആഗ്രയില് മാലതേട്ടത്തിയുടെ ഹെൽപ്പിനായിട്ട് പോയിരുന്നു. ആ സ്റ്റാൻലി ജോസഫായിട്ടായിരുന്നു വൈജയന്തിയുടെ ലവ് അഫെയർ. നിനക്ക് പിടികിട്ടി കാണും. മനസ്സിലായ അച്ഛാ. ഗംഗേട്ടൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോ മാലതിയേട്ടത്തെയും മക്കളും കൂടെ പോയി. അത് മുൻകൂട്ടി കണ്ട് സ്റ്റാൻലി ജോസഫ് വൈജയന്തിക്ക് ആഗ്രയിലെ സെന്റ് ക്ലെയർ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാൻലി ജോസഫ് അത്രയ്ക്ക് സ്വാധീനമുള്ള ആളായിരുന്നോ? ആർമി ഓഫീസർ അല്ലേ,
ഡെസിഗ്നേഷൻ ക്യാപ്റ്റൻ സ്റ്റാൻലി ജോസഫ്. ആ ജോലി ഇല്ലായിരുന്നുവെങ്കിൽ വൈജയ്ക്ക് പാലയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നേനെ. ജോലി ഉപേക്ഷിക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവൾ ആഗ്രയെ തന്നെ തങ്ങി. അവളെ നോക്കാനും കൺട്രോൾ ചെയ്യാനും ഗംഗേട്ടൻ അവിടെ ഇല്ലല്ലോ. സ്റ്റാൻലി ആഗ്രയിലെ ഔട്ട്സ്കേർട്ടിൽ എവിടെയോ ഒരു വാടക വീട് സംഘടിപ്പിച്ചു. വൈജി അവിടെ താമസിപ്പിച്ചു. ലിവിംഗ് ടുഗദർ. അവരൊന്നിച്ചങ്ങനെ കഴിയുമ്പോ കൊല്ലപ്പള്ളിക്കാർ എങ്ങനെ വിവരം അറിഞ്ഞു? ആരോ ഒറ്റ കൊടുത്തതാ. സ്റ്റാൻലി ജോസഫ് അവധിയെടുത്ത് നാട്ടിലേക്ക് പോയ തക്കം നോക്കി കൊല്ലപ്പള്ളി വീട്ടുകാർ ആഗ്രഹിച്ചെന്ന് വൈജയെ കൈയോടെ പിടികൂടി കാറിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുപോയി. അതൊന്നും സ്റ്റാൻലി ജോസഫ് അറിഞ്ഞില്ലേ? അന്നും മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നല്ലോ. സ്റ്റാൻലി വിവരം അറിഞ്ഞപ്പോഴേക്കും വൈജയെ വീട്ടുകാരെ കടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അതിനുശേഷം സ്റ്റാൻലി വൈജയെ കണ്ടിട്ടില്ല. പാലായിൽ വന്ന് തിരക്കിയാ മതിയായിരുന്നല്ലോ. അതെല്ലാം അയാൾ നോക്കി. പക്ഷെ വൈജി അവരെവിടെ ഒടുവിൽ പാർപ്പിച്ചു. ഹൗസ് അറസ്റ്റ്. ഫോണും മറ്റു കോണ്ടാക്ട്സും എല്ലാം കട്ട് ചെയ്തു. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ആ സമയത്ത് വൈജയന്തി പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നാണ് സ്റ്റാൻലി പറയുന്നത്. ആ സമയത്ത് വൈജയന്തി പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നാണ് സ്റ്റാൻലി പറയുന്നത്. സ്റ്റാൻലി ആരോട് പറഞ്ഞു? എന്നോട്. ഞാൻ അയാളെ തിരക്കി പിടിച്ച് സത്യാവസ്ഥകളെല്ലാം അന്വേഷിച്ചറിഞ്ഞു. അച്ഛൻ സ്റ്റാൻലി ജോസഫിനെ നേരിട്ട് കണ്ടെന്നോ? എനിക്ക് വിവരങ്ങൾ അറിയണ്ടേ മോളെ? അച്ഛൻ സ്റ്റാൻലി ജോസഫിനെ കണ്ടിട്ട് എന്തു പറഞ്ഞു? എല്ലാം പറഞ്ഞു. നിങ്ങൾ ഒരിക്കൽ പ്രേമിക്കുകയും കൂടെ പാർപ്പിക്കുകയും പിന്നീട് വിട്ടുകളയുകയും ചെയ്ത പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്ന ഹതഭാഗ്യവാൻ ഞാനാണെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടെ ജനിപ്പിച്ച മകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് ഞാനാണെന്നും വെളിപ്പെടുത്തി. എല്ലാം അയാൾ അറിയണ്ടേ മോളെ? ഈ ജന്മത്തിലല്ലേ എല്ലാം പറയാനും അറിയാനും ഒക്കെ പറ്റത്തുള്ളൂ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ പറയണ്ടേ? ആ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണും അല്ലേ? മനസ്സിലായി. എന്റെ പപ്പ അല്ലേ അച്ഛാ? വേറൊന്നുകൂടി നീ അറിയാനുണ്ട്. ആ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അതാണ് കുളത്തൂപ്പുഴയിലെ പ്ലാന്റർ. അയാൾ നിന്നെ ഏറ്റെടുക്കെന്ന് സമ്മതിച്ചിട്ടുണ്ട്.
കമലെടുത്തി ഞാനെന്നാ എന്റെ വൈജേ, നീ ഒന്ന് പൊയ്ക്കേ. യാത്ര പറയാൻ നിൽക്കുന്നു. നീ അവിടെ ചെന്ന് എല്ലാം തിരിച്ചു പിടിക്കുമ്പോ ഞാൻ അങ്ങോട്ടേക്ക് വരാം. അത് ശരിയാ. കമലെടുത്തി കൂടെ വരുമായിരുന്നെങ്കിൽ എനിക്കും ഒരു ബലമായിരുന്നു. അവിടെ നിന്റെ മകനുണ്ട്. നീ ആദ്യം അവരുടെ കാര്യങ്ങൾ നോക്ക്. പിന്നെ ബാലേന്ദ്രനുമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ നോക്കണം. ഇപ്പോഴും ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു. എങ്ങേട്ടൻ ഇപ്പോഴും അയാളുടെ സൈഡാ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ, നീ എന്നാ വൈജയെ കൊണ്ട് വിട്ടിട്ട് വാ. ഞാനാണ് കൊണ്ടുവിടുന്നേ. ഞാനോർത്തു നിങ്ങൾ രണ്ടുപേരും കൂടിയാന്ന്. ഞങ്ങള് ബാലേന്ദ്രനെ ഉള്ളപ്പോ പൊയ്ക്കോളാം. നിനക്ക് വർക്കുന്നില്ലുണ്ടോ? ഇല്ലില്ല, ഞാൻ കൊണ്ടുവിട്ടോളാം. വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടവനും. ഇനിയിപ്പോ ഇവന്റെ ആൾക്കാരും അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. എന്താ ആന്റി, ഞാൻ പറഞ്ഞല്ലേ കൊണ്ടുവിടാന്ന്. ഞാൻ പോയിട്ട് വരാം. വാ. എന്തേലും അത്യാവശ്യമുണ്ടേ വിളിച്ചോണേ വൈജയ്. പിന്നെ പറഞ്ഞ കാര്യം മറക്കരുത്. നീ പറഞ്ഞ പോലെ അലീന അവിടുന്ന് പോയി. ഇനി ആ പേരിലൊരു പ്രശ്നം അവിടെ ഉണ്ടാവരുത്. എന്നാ പോട്ടെ. പോ. ഇനിയിപ്പോ ടെൻഷനൊന്നും വേണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിലേ ബാലേന്ദ്രൻ തിരിച്ചു വരണം. ഇനി എന്ത് പ്രശ്നം? ഇനി എന്ത് പ്രശ്നമെന്നോ? എന്നതെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇത്രയും പ്രശ്നം ഉണ്ടായത്? ഈ ഗംഗാട്ടിന്റെ ഒരു കാര്യം. അലീന, മുഖം കഴുകു. നീ എന്തിനാ കരഞ്ഞേ? നിനക്ക് സാമാന്യബോധത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? ഒരമ്മ മാത്രമല്ല, ഒരച്ഛനും ഉണ്ടാവും എവിടെയെങ്കിലും ഒന്ന്. സ്റ്റാൻലി ജോസഫ് അല്ലെങ്കിൽ മറ്റൊരാൾ. അച്ഛൻ എന്നോട് ഇതുവരെ പറഞ്ഞില്ല. പറയായിരുന്നു, ഒരു സൂചന പോലും തന്നില്ല. പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ചു പോവായിരുന്നോ? ആ പേര് മാത്രം അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ? നിനക്ക് എങ്ങോട്ടെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് പോയേ പറ്റൂന്നൊരവസ്ഥ വന്നപ്പോ ഞാൻ നിന്റെ അച്ഛനെ തന്നെ കണ്ടുപിടിച്ചില്ലേ? അയാളെ കൊണ്ട് മകളെ സ്വീകരിപ്പിക്കാനുള്ള ഏർപ്പാടും ചെയ്തില്ലേ? അതാർക്ക് വേണ്ടിയാ? നീ അനാഥയായി പോകരുതെന്ന് വിചാരിച്ചിട്ടാ? നിനക്ക് സന്തോഷവും സുരക്ഷിതമായിട്ടിരിക്കാനാ? ഇത്രയൊക്കെ ചെയ്ത് എന്നോട് നീ ഒരു നല്ല വാക്ക് പറയല്ലേ വേണ്ടത്? എനിക്ക് എന്ത് ബാധ്യതയാ മോളെ ഇതൊക്കെ ചെയ്യാൻ? സോറി അച്ഛ. അച്ഛനെല്ലാം അറിയായിരുന്നിട്ടും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തപ്പോ സങ്കടം തോന്നി. സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞോ, നമുക്കിപ്പോ തന്നെ തിരിച്ചു പോവാം.
സോറി പറഞ്ഞല്ലോ അച്ഛ. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മോളെ, ചെയ്യേയില്ല. ഇപ്പൊ തന്നെ ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതേ അവിടെ ചെല്ലുമ്പോൾ നിനക്കൊരു ഞെട്ടലോ മനപ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ നിന്നെ അവിടെ എത്തിച്ചിട്ട് മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്, ഇതാണ് നിങ്ങളുടെ മകൾ, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, എന്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു പോരായിരുന്നു. നിനക്ക് കാര്യങ്ങൾ ബോധ്യമാവാനും അതനുസരിച്ച് മനസ്സൊരുക്കാനും വേണ്ടിയുള്ള സമയം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാനിപ്പോഴേ ഇത് പറഞ്ഞത്. വാ, പോവാം. കേറ്. നീ എന്താ പകച്ചിരിക്കണേ? എന്റെ പപ്പയുടെ അടുത്തേക്കാണല്ലോ പോകുന്നെന്ന് കേട്ടപ്പോ വല്ലാത്തൊരു പേടി പോലെ. സമാധാനിക്കല്ലേ വേണ്ടത്. വെറുതെ ഒരാളായിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യാൻ പോവാണല്ലോ, എന്റെ ജോലി നന്നായിട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതായിരുന്നു. ഇതിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന പോലെ തോന്നുക. എന്ത് പ്രശ്നങ്ങൾ? സ്റ്റാൻലി ജോസഫിന് അറിയോ ഞാൻ സ്വന്തം മകളാണെന്ന്? അറിയാം, ഞാൻ അറിയിച്ചു. അദ്ദേഹം അത് വിശ്വസിച്ചോ? വിശ്വസിച്ചുകൊണ്ടാണല്ലോ കൊണ്ടുവരാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് എന്നോട് സ്നേഹം ഉണ്ടാവോ? വെറും ഒരു ഹൗസ് ഓണർ മാത്രാണെങ്കിൽ എന്നെ സ്നേഹിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഒരച്ഛൻ മകളെ വേണ്ട പോലെ സ്നേഹിച്ചില്ലെങ്കിൽ അത് സങ്കടാവും. ആ വീട്ടില് ഒരു മകളുടെ സ്ഥാനം എനിക്ക് കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമം വരും. സ്റ്റാൻലി ജോസഫിന് ഭാര്യ മക്കളുണ്ടോ? അവർക്ക് എന്നെ പറ്റി അറിയാവോ? അറിഞ്ഞ അവരെന്നെ അംഗീകരിക്കോ? ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നതും അവിടെ താമസിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെടുവോ? ഞാൻ കാരണം അവിടെ കുടുംബകലഹം ഉണ്ടാവുമോ? എന്തെല്ലാം ഞാൻ ഫേസ് ചെയ്യണം അച്ഛാ? ഒരു വീട്ടിൽ നിന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടു വരുവാ. അതിനേക്കാളും വലിയ തീ കൊണ്ടാണോ അവിടെ എന്നെ കാത്തിരിക്കുന്നത്? ഞാനതൊന്നും ചിന്തിച്ചില്ല, മനഃപൂർവ്വം ചിന്തിക്കാത്തതാ. ഇതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കേണ്ടത് എന്റെ ജോലിയല്ല. സ്റ്റാൻലിയെ കണ്ട് ഞാൻ ചോദിച്ചു, തനിക്കൊരു മകളുണ്ട്, വേണോന്ന്. അയാളുടെ മറുപടി പറയാൻ 3-4 ദിവസം എടുത്തു. എന്നിട്ട് പറഞ്ഞു വേണോന്ന്. അച്ഛനാണ്
അനുഭവിച്ച പോലുള്ള വിഷമങ്ങള് അദ്ദേഹവും അനുഭവിക്കേണ്ടി വരില്ല അച്ഛാ. ചിലപ്പോ വേണ്ടി വന്നേക്കും. അനുഭവിക്കട്ടെ. അയാളല്ലേ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. അതിന്റെ തിക്തഫലം ഞാൻ മാത്രം അനുഭവിച്ച പോരല്ലോ. അച്ഛൻ അദ്ദേഹത്തോടുള്ള ദേഷ്യം തീർക്കണോ? എനിക്ക് അയാളോട് ദേഷ്യമില്ല, സ്നേഹമില്ല. ഒരു കാര്യം ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ വിഷമിപ്പിക്കരുതെന്ന്. അതൊന്നുകൂടി ഞാൻ പറയും. ഇത് ശരിയാവോ അച്ഛാ? ശരിയാകുന്നില്ലെങ്കിൽ നീ തിരിച്ചു പോരണം. നിന്നെ ആരും പൂട്ടിയിടാനൊന്നും പോകുന്നില്ല. ഇതാണ് സ്റ്റാൻലി ജോസഫിന്റെ വീട്. അവൾ ഉപയോഗിച്ചതോ അവളുടേതായ ഒരു സാധനവും ഇവിടെ കാണരുത്. നശിപ്പിച്ചേക്കണം. അവൾ ഈ വീട്ടിൽ നിന്ന് പോയതിൽ ഏറ്റവും വലിയ വിഷമം നിനക്കാണെന്ന് എനിക്കറിയാം. ആന്റി വിഷമിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ അലീന എന്നോട് പറഞ്ഞിട്ടുണ്ട്.